തിരുനാമത്തിന് മഹത്വം. ശ്ലീബാ പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ച. എവൻഗേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗം. ദ പാരബിൾ ഓഫ് ഡിസ്ഹോണസ്റ്റ് മാനേജർ. അനീതിയുള്ള കാര്യവിചാരകൻ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറയുകയാണ്. വൺസ് അപ്പോൺ എ ടൈം, ഒരിടത്ത് ഒരു യജമാനനുണ്ടായിരുന്നു. യജമാനന് ഒരു ശിഷ്യനുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാര്യസ്ഥനുണ്ടായിരുന്നു. യജമാനന്റെ വസ്തുവകകൾ നാനാവിധമാക്കുന്നു എന്ന പരാതി കാര്യസ്ഥനെ കുറിച്ച് യജമാനൻ അറിയുമ്പോൾ അയാളെ അവിടെ നിന്ന് പിരിച്ചുവിടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് ഞെട്ടലോടുകൂടി അറിയുന്ന കാര്യസ്ഥൻ ചില വളഞ്ഞ വഴികളിലൂടെ, അനീതിയുടെ വഴികളിലൂടെ യജമാനന്റെ ഇഷ്ടം തിരിച്ചുപിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ചേതോവികാരം മറ്റൊന്നുമല്ല, അയാൾക്ക് കിളയ്ക്കുവാൻ വയ്യ. അയാൾ പറയുന്നു അയാൾക്ക് കിളയ്ക്കുവാൻ പ്രാപ്തിയില്ല, യാചിക്കുവാൻ അയാൾ നാണിക്കുന്നു. ജീവിതത്തിന്റെ പഴയകാല സന്ദർഭങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ഭയം, ഇപ്പോഴുള്ള ധനം നൽകുന്ന സുഖം നഷ്ടമാകുമോ എന്നുള്ള ഭീതി, ഇതൊക്കെയാവാം അനീതിയുടെ വഴികളിലൂടെ ചില ഇഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുവാൻ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപമയുടെ സാരം. ജീവിതത്തിൽ പലതരങ്ങളിലൂടെ, പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ചില ഇഷ്ടങ്ങൾക്കു വേണ്ടി നഷ്ടപ്പെടുവാൻ മനസ്സില്ലാതെ അനീതിയുടെ വഴികളിലൂടെ, അധാർമികതകളുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്ത വസ്തുതയാണ്. അവിടെയാണ് സക്കായി ഒരു പിടി മുന്നിൽ നിൽക്കുന്നത്. അയാൾ അത്തിയുടെ മുകളിലേക്ക് കയറുമ്പോൾ ക്രിസ്തുവിനെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. ആ നിമിഷം വരെയും മറ്റുള്ളവന്റെ എല്ലാം അപഹരിച്ചൊരു മനുഷ്യൻ ക്രിസ്തുവിനെ കാണുമ്പോൾ അതെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. അത്തിയുടെ മുകളിലേക്ക് കയറുന്ന സക്കായിയെ ക്രിസ്തു കാണുന്നു. ക്രിസ്തു സക്കായിയോട് പറയുന്നു, ടുഡേ, ഇന്നെനിക്ക് നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു എന്ന വെളിച്ചം ഭവനത്തിലേക്ക് കയറുമ്പോൾ സക്കായിയുടെ ഉള്ളുകൊണ്ട് പ്രകാശിക്കുകയാണ്. അവിടെ സക്കായി പറയുന്നൊരു വാചകമാണ് പ്രസക്തം. ഗുരു, ഞാൻ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുള്ളത് 1-ന് 4 വീതം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അനുതാപത്തിന്റെ ആദ്യപടി അതാണ്. ഒരു തിരിഞ്ഞു നോട്ടം. പലതും വെട്ടിപ്പിടിച്ചതും പലതും തട്ടിയെടുത്തതുമൊക്കെ തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു തിരിഞ്ഞു നോട്ടം നമുക്കുണ്ടാകണം. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഉപമ ചെറുതായി കാണരുത്. ജീവിതത്തിന്റെ വഴികളിൽ ആരുടെയെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അത് വാക്കുകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ ധനമാനങ്ങൾ കൊണ്ടോ ആവാം, തിരിച്ചു കൊടുക്കുവാൻ സമയമായി. ഒരു അനുതാപ